പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിലാണ് നാം ഓരോരുത്തരും. ഒരു വർഷത്തിലെ ഏറ്റവും പവിത്രമായ 10 ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും അതിന് മുമ്പത്തെ ആഴ്ചയിലും ഈ മാസത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു. ഈ മാസത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുൽഹജ്ജ് 9 പെരുന്നാളിൻ്റെ തൊട്ട് തലേന്നുള്ള ദിവസം, അഥവാ അറഫയുടെ ദിവസം. ദുൽഹജ്ജ് 9 അന്ന് ഹജ്ജിന് വേണ്ടി പോകുന്ന മുഴുവൻ ആളുകളും മക്കയിലെ അറഫ എന്ന് പറയുന്ന ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടും. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ആ മൈതാനത്ത് ഒരുമിച്ച് കൂടലാണ്. ഇത് ദുൽഹജ്ജ് 9 അന്നാണ്. നമ്മളുടെ നാട്ടിൽ എന്നാണോ ദുൽഹജ്ജ് 9, അന്നത്തെ ദിവസം അറഫയുടെ സുന്നത്തായ നോമ്പ് പിടിക്കലും നമുക്ക് സുന്നത്താണ്. മക്കയിൽ എന്നാണോ ദുൽഹജ്ജ് 9, അന്ന് ഹാജിമാര് അറഫയിൽ ഒരുമിച്ച് കൂടും. അന്ന് അവർക്ക് അറഫയുടെ ദിനമാണ്. നമ്മളുടെ നാട്ടിൽ എന്നാണോ, ചിലപ്പോൾ രണ്ടും ഒരു ദിവസം വരാം, ചിലപ്പോൾ ഒരു ദിവസം മുമ്പിലും പിറകിലുമായിട്ടും വരാം. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ ശനിയാഴ്ച ദുൽഹജ്ജ് 9 അറഫയിൽ സംഗമിക്കുന്ന ദിവസമാണ്. നമുക്ക് ദുൽഹജ്ജ് 9 ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച ദിവസം അറഫയുടെ സുന്നത്തായ നോമ്പ് പിടിക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. നബിതങ്ങൾ പറഞ്ഞു, തുകഫിറു സനത്തൽ മാലിയ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാപങ്ങൾ, വരാൻ പോകുന്ന ഒരു കൊല്ലം ജീവിതത്തിൽ ഉണ്ടാകുന്ന അശ്രദ്ധകൾ അല്ലാഹു തആല ഒരു നോമ്പിന്റെ പേരിൽ പുറത്തു തരും. അത്രയും പ്രധാനപ്പെട്ട സുന്നത്താണ് ദുൽഹജ്ജ് 9 നോമ്പ്. ആ നോമ്പിന് അറഫ നോമ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അറഫ എന്ന് പറഞ്ഞാൽ ഒരു മൈതാനമാണ്. വർഷത്തിൽ ബാക്കി മുഴുവൻ ദിവസങ്ങളിലും ആരും വരാത്ത, ഒരു സ്ഥാനവുമില്ലാത്ത, ആരും ഗൗനിക്കാത്ത ഒരു തരിശ് മരുഭൂമി. വർഷത്തിൽ ഒരിക്കൽ മാത്രം, അഥവാ ദുൽഹജ്ജ് 9 അന്നത്തെ ദിവസം മാത്രം ആ സ്ഥലം പ്രത്യേകമാകും. ആ സ്ഥലത്തിന് മഹത്വമുണ്ടാകും. ഒരു മൈതാനത്തിന്റെ പേരാണ്. ആ വാക്കിന്റെ അർത്ഥം അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, അറിവ്, തിരിച്ചറിവ് എന്ന അർത്ഥത്തിലാണ് അറഫ എന്ന അറബി വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു മൈതാനത്തിന്റെ, ഒരു സ്ഥലത്തിന്റെ പേരാണ് അറഫ എന്നുള്ളത്. ലോക ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി ഒരു സ്ഥലത്തിന്റെ പേരും ആ ദിവസത്തിന്റെ പേരും ഒന്നായി മാറുന്ന ഒരു അപൂർവത കൂടി അറഫയ്ക്കുണ്ട്. ആ സ്ഥലത്തിനും നമ്മൾ അറഫ എന്നാണ് പറയുന്നത്, അന്നത്തെ ദിവസത്തിനും യൗമു അറഫ എന്നാണ് നമ്മൾ പറയുന്നത്. ദുൽഹജ്ജ് 9 അന്ന് മാത്രം ഹാജിമാര് അവിടെ ഒരുമിച്ച് കൂടും എന്ന് മാത്രമല്ല, അവിടെ ഒരുമിച്ച് കൂടിയില്ലെങ്കിൽ ബാക്കി മുഴുവൻ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്താലും ഹജ്ജ് ശരിയാവില്ല. അവിടെ ഒരു മനുഷ്യൻ ദുൽഹജ്ജ് 9 അന്ന് ഹാജരായി ഒരു മിനിറ്റെങ്കിലും, ഒരു അല്പസമയമെങ്കിലും ആ മൈതാനത്ത് വന്ന് നിന്നാൽ ബാക്കി എന്തിൽ വീഴ്ച വന്നാലും അവന്റെ ഹജ്ജ് ശരിയാകും, അതിന് പരിഹാരമുണ്ട്. പക്ഷെ അവിടെ ഒരു മിനിറ്റെങ്കിലും നിന്നില്ല എങ്കിൽ അവന്റെ ഹജ്ജ് ശരിയാവുകയില്ല. അൽ ഹജ്ജു അൽ അറഫ, അടുത്ത കൊല്ലം വീണ്ടും ഹജ്ജ് ചെയ്യണം. അത്ര പ്രധാനമാണ് ഈ ദിവസവും ആ സ്ഥലവും, ആ ദിവസത്തിൽ ആ സ്ഥലത്ത് പോയി നിൽക്കുന്ന നൃത്തവും. അന്നത്തെ ദിവസം ഹജ്ജിന് പോകാത്ത, ഹാജിമാരല്ലാത്ത മുഴുവൻ ആളുകൾക്കും സുന്നത്താക്കി അറഫയുടെ നോമ്പ്. ഇത് അവർ നിൽക്കുന്ന അന്ന് തന്നെ പിടിക്കണോ, അതല്ല പിറ്റേന്ന് പിടിക്കണോ? ഒരു നാട്ടിൽ എന്നാണോ ദുൽഹജ്ജ് 9 ആകുന്നത് അന്നാണ് അറഫയുടെ നോമ്പ് സുന്നത്താകുന്നത്. നാളെ ഹാജിമാര് അറഫയിൽ നിൽക്കും. നമുക്ക് മറ്റന്നാളാണ് ദുൽഹജ്ജ് 9 ആകുന്നത്, അതുകൊണ്ട് മറ്റന്നാൾ നോമ്പ് പിടിക്കലാണ് നമുക്ക് സുന്നത്ത്. അറഫയിൽ നിൽക്കുമ്പോൾ നോമ്പ് പിടിക്കണം എന്നല്ല പറഞ്ഞത്, ദുൽഹജ്ജ് 9 ആയാൽ നോമ്പ് പിടിക്കണം എന്നാണ് പറഞ്ഞത്. ആ നൃത്തവും നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 9 ചിലപ്പോൾ ഒരുമിച്ച് വരാം, ചിലപ്പോൾ മുമ്പിലും പിൻപിലുമായിട്ട് വരാം. എങ്ങനെ വന്നാലും ദുൽഹജ്ജ് 9 അന്ന് അറഫയുടെ നോമ്പ് പിടിക്കലാണ് സുന്നത്ത്. അപ്പൊ ആ സ്ഥലത്തിന്, ആ ദിവസത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം, തങ്ങളുടെ ജീവിതത്തിൻ്റെ ദൗത്യത്തെ നമ്മളുടെ മുമ്പിലേക്ക് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വിശദീകരിച്ച് തന്ന് തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം നടത്തി നമ്മളോട് വിട പറഞ്ഞ സ്ഥലമാണ് അറഫ. സാധാരണ അറഫയിലെ പള്ളിയിൽ അറഫയുടെ ഖുത്ബ ഇന്ന് പല ഭാഷകളിലും അവിടെ നടക്കുന്ന ഖുത്ബകൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ ഖുത്ബയ്ക്ക് വേണ്ടി ഏത് ഇമാമിനെയാണ് ഗവൺമെന്റ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വാർത്ത മാസങ്ങൾക്ക് മുമ്പേ വലിയ വാർത്തയായിട്ട് നമ്മളിലേക്ക് വരാറുണ്ട്. ഈ പ്രസംഗവും അതിനെക്കുറിച്ചുള്ള വാർത്തയും ഇതൊക്കെ ഇത്ര വലുതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം നടന്ന സ്ഥലമായതുകൊണ്ടാണ്. നമ്മൾ അറഫയുടെ ഇതിന്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രസംഗിച്ച് നിർത്തി. പക്ഷെ ഓരോ വാക്കും 23 വർഷത്തെ തൻ്റെ ജീവിതം കൊണ്ട് എന്താണോ ഇവിടെ ചെയ്തത്, തൻ്റെ ജീവിതം കൊണ്ട് എന്താണോ പഠിപ്പിക്കാൻ ശ്രമിച്ചത്, തൻ്റെ ജീവിതത്തിലൂടെ അല്ലാഹു തആല നമ്മളോട് കണ്ടു പഠിക്കാൻ പറഞ്ഞത് എന്താണോ അത് ചുരുങ്ങിയ വാക്കുകളിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിച്ച് സഹാബാക്കളോട് വിട പറഞ്ഞ, സഹാബാക്കളെ കണ്ണീരിൽ ആഴ്ത്തിയ ആ രംഗം അരങ്ങേറിയ പരിശുദ്ധമായ അറഫ. ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയുടെ അന്നത്തെ ദിവസം പരിശുദ്ധ ഖുർആനിൽ നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഹംദും സലാത്തും ഒക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആദ്യത്തെ വാചകം പറഞ്ഞു, അയ്യുഹന്നാസ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഈ അറഫയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഹജ്ജിന് വരുന്ന മുസ്ലിമീങ്ങൾ, അവര് ആ നാടിന്റെ പ്രതിനിധികളാണ്. ആ പ്രതിനിധികൾ മുഴുവൻ സംഗമിക്കുന്ന ഒറ്റ സ്ഥലം അറഫയാണ്. ലോകത്ത് എല്ലാ നാടുകളിലെയും മനുഷ്യരെ പ്രതിനിധീകരിച്ചു വരുന്ന മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടുന്നത് ദുൽഹജ്ജ് 9 അന്ന് ലൊഹർ കഴിഞ്ഞ് അല്ലെങ്കിൽ അസറിന് ശേഷം മഗ്രിബിന് മുമ്പായിട്ട് അറഫയിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ ഹജ്ജിന് വന്നിട്ടുണ്ടോ ആ മനുഷ്യരെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരോടാണ് പറയുന്നത്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇസ്മഉ മിന്നി, ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ എൻ്റെ വാക്കുകൾ. ഫഇന്നി ഉബയ്യിനു ലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. അടുത്ത വർഷം നിങ്ങളോട് ഇത് പറയാൻ, അടുത്ത വർഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരാൻ, അടുത്ത വർഷം അള്ളാഹുവിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിത്തരുന്ന അള്ളാഹുവിന്റെ ദൂതനായി, നിങ്ങളുടെ പ്രവാചകനായി ഞാൻ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ കാണുകയില്ല. അടുത്ത കൊല്ലം നിങ്ങളിൽ പലരും ഹജ്ജിന് വരും. അന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല. അടുത്ത കൊല്ലം നിങ്ങളിൽ പലരും കൊതിയോടെ ഹജ്ജിന് വരും. ആ ഹജ്ജ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മദീനയിൽ എൻ്റെ ഖബറിന്റെ അടുക്കൽ കൂടി, എൻ്റെ റൗളയുടെ അടുക്കൽ കൂടി നടക്കാനുള്ള ഭാഗ്യമേ നിങ്ങൾക്ക് ലഭിക്കൂ. അടുത്ത കൊല്ലം നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല. ഈ വാക്ക് പ്രസംഗത്തിന്റെ തുടക്കം കേട്ടതും സഹാബാക്കൾ കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ ഇനി അധികകാലം ഭൂമിയിൽ ഞങ്ങളുടെ ജീവനായി, ഞങ്ങളുടെ പ്രവാചകനായി, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ പ്രിയപ്പെട്ടവനായി, ഞങ്ങളുടെ സകലതിനേക്കാളും ഞങ്ങളുടെ മനസ്സിലേക്ക് സ്ഥാനം പിടിച്ച ഞങ്ങളുടെ പ്രവാചകൻ ഇനി ഈ ലോകത്ത് അധികകാലമില്ല എന്ന തിരിച്ചറിവ് പ്രസംഗത്തിന്റെ ആദ്യ വാചകത്തിലൂടെ സഹാബാക്കൾക്ക് ലഭിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അയ്യു യൗമി അഫ്ളലു, നിങ്ങളുടെ അറിവിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? സഹാബാക്കൾ പറഞ്ഞു, യൗമുന ഹാദാ, നമ്മൾ ഈ നിൽക്കുന്ന അറഫയുടെ ദുൽഹജ്ജ് 9 ഈ ദിവസമാണ് ഭൂമിയിൽ അല്ലാഹു തആല പവിത്രമാക്കിയ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അയ്യു ഷഹ്രിൻ അഅ്ലമു അജ്റൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പവിത്രവും മഹത്വവുമായ മാസം ഏതാണ്? സഹാബാക്കൾ പറഞ്ഞു, ഈ ദുൽഹജ്ജയുടെ മാസമാണ്. അയ്യു ബലദിക്കും, നിങ്ങളുടെ നാടുകളിൽ ഏറ്റവും മഹത്വമുള്ള പവിത്രമായ നാട് ഏതാണ്? സഹാബാക്കൾ പറഞ്ഞു, ഈ നാടാണ്. ബലദുന ഹാദാ,
ഈ നാടാണ്. അള്ളാഹുവിന്റെ ലോകത്തെ ആദ്യത്തെ ഭവനമായ കഅബ നിലകൊള്ളുന്ന ഹറമായ ലോകത്തെ ഏറ്റവും പുണ്യഭൂമിയായ ഈ മക്കയാണ് ഞങ്ങളുടെ അറിവിൽ, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഏറ്റവും പവിത്രമായ നാട് എന്ന് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഉത്തരം കേട്ടിട്ട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഇന്ന അംവാലക്കും വദിമാഅക്കും വഅഅറാലക്കും ഹറാമുൻ അലൈക്കും ഇലാ അൻ തൽഖൗ റബ്ബക്കും കഹുർമതി യൗമിക്കും ഹാദാ കഹുർമതി ഷഹരിക്കും ഹാദാ കഹുർമതി ബലദിക്കും ഹാദാ. ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കഴിഞ്ഞ 23 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഉപദേശിച്ചും പഠിപ്പിച്ചും ശാസിച്ചും നിങ്ങളെ നന്നാക്കി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ പതിച്ചു തന്ന സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തതുമായ വാചകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളണം. ഇനി നിങ്ങളെ ഉപദേശിക്കാൻ, ഇനി നിങ്ങളെ നന്നാക്കാൻ ഞാൻ കാണുകയില്ല. നിങ്ങൾ എന്നോട് നിങ്ങളുടെ ഈ നാടാണ് ഏറ്റവും പവിത്രമായ നാടെന്നും ഈ ദിവസമാണ് ഏറ്റവും പവിത്രമായ ദിവസമെന്നും ഈ മാസമാണ് ഏറ്റവും പവിത്രമായ മാസമെന്നും നിങ്ങൾ പറഞ്ഞല്ലോ. അള്ളാഹുവിൽ സത്യം, ലോകത്ത് ജനിച്ച മുഴുവൻ മനുഷ്യരുടെയും രക്തവും അഭിമാനവും സമ്പത്തും അള്ളാഹുവിന്റെ അടുക്കൽ ഈ നാട് പോലെ പവിത്രമാണ്. ലോകത്ത് ജനിച്ച മുഴുവൻ മനുഷ്യരുടെയും സമ്പത്തും അഭിമാനവും രക്തവും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഭൂമിയിൽ ഏറ്റവും പവിത്രമായി കാണുന്ന ഈ നാട് പോലെ, ഈ ദിവസം പോലെ, ഈ മാസം പോലെ പവിത്രമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് ഇത്രയും ദിവസമായി എൻ്റെ അധ്യാപനത്തിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് ആദ്യത്തെ വാചകം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വെക്കുകയാണ്. അതിനുശേഷം പറഞ്ഞ ഓരോ വാചകങ്ങളും ആഴ്ചകൾ നമ്മളെടുത്ത് വിശദീകരിച്ചാലും തീരുകയില്ല. പ്രസംഗത്തിന്റെ അവസാനത്തിൽ ആദ്യത്തെ വാചകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിർത്തി, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവും ഒന്നാണ്. കുല്ലുക്കും ലി ആദം, നിങ്ങൾ മുഴുവനും ആദമിന്റെ മക്കളാണ്. വ ആദമു മിൻ തുറാബ്, ആദമു മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ ഇൻദല്ലാഹി ഇല്ലാ ബിത്തഖ്വാ അത്തഖ്വാ ഹാഹുന. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആദമിന്റെ മക്കളാണ് ലോകത്തെ മുഴുവൻ മനുഷ്യരും. അത് ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണെങ്കിലും മനുഷ്യരുമായി ഒരു ബന്ധവുമില്ലാതെ ഇന്നും കാടുകളിൽ ജീവിക്കുന്ന അപരിഷ്കൃതരെന്ന് നമ്മൾ പറയുന്ന ആദിവാസിയായ മനുഷ്യനാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും ഒരേ വിലയും ഒരേ സ്ഥാനവുമാണ്. ഒരു മനുഷ്യനും അവന്റെ കുടുംബം കൊണ്ട്, ജനനം കൊണ്ട്, നാടുകൊണ്ട്, സമ്പത്ത് കൊണ്ട്, ജോലി കൊണ്ട്, അധികാരം കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മറ്റൊരുത്തനേക്കാൾ മഹത്വമുള്ളവനാവുകയില്ല, ദൈവത്തെക്കുറിച്ചുള്ള ഭയഭക്തി മനസ്സിൽ ഉണ്ടെങ്കിലല്ലാതെ, തഖ്വ കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ആർക്കും മഹത്വം ലഭിക്കുകയില്ല. നെഞ്ചിലേക്ക് കൈ ചൂണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവിടെയാണ് തഖ്വ. ഇതാണ് പ്രസംഗത്തിൽ ആദ്യം പറഞ്ഞ വാക്ക്. ഇനി പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വരുന്ന സമയങ്ങളിൽ പറയാം. അള്ളാഹുവിന്റെ റസൂല് ആദ്യമായി തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ തങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് ഭൂമിയിൽ അടയാളപ്പെടുത്തി, ഇനി മരണം വരെ ഈ സമുദായത്തിന് ദൈവത്തിന്റെ പ്രീതിയും തൃപ്തിയും സ്വർഗപ്രവേശനവും നാളെ അതേ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടാൻ എന്ത് പണിയെടുക്കണമെന്ന ആദ്യത്തെ ഉപദേശം, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാമുൻ അലൈക്കും ഇലാ അൻ തൽഖൗ റബ്ബക്കും. നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ അന്തസ്സിനും നിങ്ങളുടെ അഭിമാനത്തിനും നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ സമ്പത്തിനും എന്ത് വിലയാണോ നിങ്ങൾ കൽപ്പിക്കുന്നത്, അതേ വില മനുഷ്യവംശത്തിലെ മുഴുവൻ ജീവികളും മുഴുവൻ മനുഷ്യരുടെയും രക്തത്തിനും അന്തസ്സിനും സമ്പത്തിനും നൽകൽ ആണ് പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ റസൂലിലൂടെ 23 വർഷം കൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ച ആദ്യത്തെ പാഠമെന്ന് പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ലോക ചരിത്രത്തിൽ മനുഷ്യാവകാശത്തെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, തന്റെ അധികാരത്തിന്റെ കീഴിൽ കഴിയുന്ന ന്യൂനപക്ഷങ്ങളെക്കുറിച്ച്, ലോകത്താദ്യമായി അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ച ആദ്യത്തെ സംസാരം
ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1450 വർഷങ്ങൾക്ക് മുമ്പ് ദുൽഹജ്ജ് 9 അന്ന് അറഫയുടെ മലമുകളിൽ നിന്ന് ഒരു മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ വിടവാങ്ങൽ പ്രസംഗമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഈ ആധുനിക കാലത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ, ഈ 2024 നമ്മൾ എത്തി നിൽക്കുമ്പോൾ, ഇന്ന് മനുഷ്യൻ വളർന്നു. മനുഷ്യാവകാശത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും മൃഗങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും പ്രമേയങ്ങൾ പാസാക്കുകയും നിയമങ്ങൾ ഉണ്ടാക്കുകയും കമ്മിറ്റികൾ രൂപീകരിക്കുകയും നിരീക്ഷകരെ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഏറ്റവും ഉയർന്ന മൂല്യങ്ങളിലേക്ക് എത്തി എന്ന് നമ്മൾ പെരുമ നടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇത് 1450 വർഷങ്ങൾക്ക് മുമ്പാണ് ലോകത്ത് ആദ്യമായിട്ട് ഇത് പറയുന്നത്. ഇന്നത്തെ ഈ ആധുനിക ലോകത്തിന് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറയാൻ, സംസാരിക്കാൻ 2 മഹായുദ്ധങ്ങൾ ലോകത്ത് നടക്കേണ്ടി വന്നു. 5 കോടി മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പേൾ ഹാർബറിൽ, ഹിരോഷിമയിൽ, നാഗസാക്കിയിൽ, വെയിൽസിൽ, സ്കോട്ട്ലൻഡിൽ, ബെർലിനിൽ, മോസ്കോയിൽ, ചൈനയിൽ 5 കോടിയോളം മനുഷ്യൻ മരിച്ചു വീഴേണ്ടി വന്നു ജീവന് വിലയില്ലാതെ. 5 കോടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നമ്പറല്ല. 5 കോടി മനുഷ്യരുടെ ശരീരം ചേതനയറ്റ്, ശരീരം മരവിച്ച്, രക്തം ഭൂമിയിൽ ഒഴുകി, അവയവങ്ങൾ ഛിന്ന ഭിന്നമായി ഈ ഭൂമിയുടെ മുകളിൽ മലർന്നു കിടക്കുന്നത് കാണേണ്ടി വന്നു. ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കാനും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും യുദ്ധത്തിന്റെ അവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ആധുനിക കാലത്തെ ബുദ്ധിജീവി എന്ന് സ്വയം അഭിമാനിക്കുന്ന മനുഷ്യന് ബോധം വരാൻ നമ്മൾ ആലോചിക്കണം. ഇനി അതിനുശേഷം ഈ 2 ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞ് ലോകത്ത് മനുഷ്യാവകാശത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ മൂല്യങ്ങളും സംസാരങ്ങളും ഒക്കെ അരങ്ങേറിയിട്ട് ഇന്നും എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ അറഫയിൽ നിന്ന് ഡെമോക്രസിയെ കുറിച്ചും സെക്യുലറിസത്തിനെ കുറിച്ചും അന്നത്തെ അറബികൾക്ക് ക്ലാസ് എടുത്തെങ്കിൽ ഇന്ന് അതേ ഡെമോക്രസിയുടെയും സെക്യുലറിസത്തിന്റെയും ആളുകളായിട്ട് നിന്നുകൊണ്ട് 6-ാം നൂറ്റാണ്ടുകാരൻ എന്ന് വിളിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുന്നവർ, പരിഹസിക്കുന്നവർ, നമ്മൾ ആലോചിക്കണം. ഇന്ന് ലോകത്ത് മാധ്യമങ്ങൾ നമ്മളുടെ മുമ്പിൽ പറയുന്ന ഏറ്റവും വലിയ തമാശ, ദ ഓൺലി ഡെമോക്രസി ഇൻ മിഡിൽ ഈസ്റ്റ് ഇസ്രായേലാണ്. മനുഷ്യന്റെ മൂല്യങ്ങൾ, മാനവികതയുടെ മൂല്യങ്ങൾ ഏറ്റവും ഉയർന്ന രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഡെമോക്രസി, മിഡിൽ ഈസ്റ്റിലെ ഏക ഡെമോക്രസി ഇസ്രായേലാണ് എന്നാണ് നമ്മളോട് പരിചയപ്പെടുത്തുന്നത്. പിന്നെ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1950-കൾക്ക് ശേഷം ഈ ഡെമോക്രസിയും ഈ മനുഷ്യാവകാശവും സ്ഥാപിക്കുന്നതിന് വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ആയുധ ശക്തിയായി മാറിയ അമേരിക്കയാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നും പെന്റഗന്റെയും വൈറ്റ് ഹൗസിന്റെയും മുമ്പിൽ നടക്കുന്ന പ്രസ്താവനകളിൽ ആവർത്തിച്ച് പറയുന്ന വാചകം ഡെമോക്രസിയും സെക്യുലറിസവുമാണ്. ലോകത്ത് മനുഷ്യന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യവും അമേരിക്കയാണ്. ഈ 2 ലോക മഹായുദ്ധങ്ങൾ, 5 കോടി മനുഷ്യരുടെ ചേതനയറ്റ ശരീരങ്ങൾ, 5 കോടി മനുഷ്യരെ നായകളെ പോലെ ഒരു വിലയും കൽപ്പിക്കാതെ കൊന്നുകളഞ്ഞ ഒരു ലോകം, മ്യൂണിക്കിലെയും ചൈനയിലെ ജപ്പാന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പുകളിലും കൊച്ചു കുട്ടികളെ അടക്കം പിടിച്ചുകൊണ്ടുവന്ന് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും മുറിച്ചു മാറ്റിയിട്ട് എത്ര സമയമെടുക്കും രക്തം വാർന്നൊരു മനുഷ്യൻ മരിക്കാനെന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് വേണ്ടി പരീക്ഷണങ്ങൾ നടത്തിയ ക്രൂരന്മാരായ മനുഷ്യർ, ആ മനുഷ്യരെ കണ്ടിട്ട് ലോകരാജ്യങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഡെമോക്രസിയുടെ പുതിയ സിദ്ധാന്തങ്ങൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന്റെ അപ്പോസ്തലനായി, അതിന് നേതൃത്വം കൊടുക്കുന്ന ലോക പോലീസായി ഇന്നും നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന അമേരിക്ക 1950-കൾക്ക് ശേഷം, അതിനു മുമ്പുള്ളത് വിടുക, 2024 വരെ അമേരിക്കയിൽ വന്ന പ്രസിഡന്റുമാർ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് നിരപരാധികളായ മനുഷ്യരെ മൃഗീയമായി യാതൊരു ദയയുമില്ലാതെ കൊന്നൊടുക്കി എന്നുള്ളത് നമ്മളുടെ മുമ്പിൽ നമുക്കറിയുന്ന യാഥാർത്ഥ്യമാണ്. 950 അല്ലെങ്കിൽ 53-ൽ തുടങ്ങിയ കൊറിയൻ യുദ്ധം മുതൽ പിന്നെ അങ്ങോട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഗ്വാട്ടിമാല, അതേപോലെ ക്യൂബ, 950-60 കാലഘട്ടങ്ങളിൽ അവിടെ നേരിട്ട് നടത്തിയ സൈനിക നടപടികൾ, വിയറ്റ്നാമിൽ
50 മുതൽ 70 വരെയുള്ള 75 വരെയുള്ള നീണ്ട 25 വർഷം കമ്മ്യൂണിസത്തെ തടയുന്നതിന് വേണ്ടി നിരായുധരായ സാധുക്കളായ മനുഷ്യർ താമസിച്ചിരുന്ന വിയറ്റ്നാമിൽ അമേരിക്കൻ സേന നടത്തിയ അഴിഞ്ഞാട്ടം, കാടുകളിലേക്ക് ഓടിയൊളിച്ച സാധുക്കളെ കൊല്ലുന്നതിന് വേണ്ടി കാടുകളിലേക്ക് വിഷവാതകം പ്രയോഗിച്ചു. ഇന്നും വിയറ്റ്നാമിലെ കാടുകളിൽ ജീവൻ പേടിച്ച് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടിയൊളിച്ച മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഇട്ട പല ബോംബുകളും ഇന്നും പൊട്ടാതെ കിടക്കുന്നു എന്ന് നമ്മളൊക്കെ വാർത്തകളിൽ കാണാറുണ്ട്. മാളങ്ങൾ ഉണ്ടാക്കി, ഭൂമിയിൽ ടണലുകൾ ഉണ്ടാക്കി, അതിലേക്ക് അമേരിക്കയുടെ ചാരക്കണ്ണുള്ള കൊലപാതക ആയുധങ്ങളെയും വിമാനങ്ങളെയും ആധുനിക യന്ത്രത്തോക്കുകളെയും പേടിച്ച് മാളത്തിലേക്ക് ഒളിച്ച മനുഷ്യൻ പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടി ടാറുരുക്കി ഒഴിച്ച ക്രൂരതകൾ ഇന്ന് നമ്മൾ വിയറ്റ്നാമിൽ വിനോദസഞ്ചാരത്തിന് പോയാൽ അതിന്റെ അവശേഷിപ്പുകളായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അങ്ങോട്ട് ലബനാനിൽ 1952, 84 2 പ്രാവശ്യം, ലിബിയയിൽ ഗദ്ദാഫിയെ പുറത്താക്കുന്നതിന് വേണ്ടി, ഗൾഫ് യുദ്ധത്തിന്റെ സമയത്ത് കുവൈറ്റിൽ, 2003 മുതൽ 11 വരെ ഇറാഖിൽ, 2001 മുതൽ 2021 വരെ നീണ്ട 20 കൊല്ലം അഫ്ഗാനിൽ, ഏതെല്ലാം ഭാഗങ്ങളിൽ ലോകത്തിന്റെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ചെറിയ ചെറിയ രാജ്യങ്ങളിൽ പോലും തങ്ങളുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ അമേരിക്കൻ പ്രസിഡന്റുമാരാണ് നമ്മളുടെ മുമ്പിൽ വന്നിരുന്ന് ഇന്ന് ഡെമോക്രസിയെ കുറിച്ച് പറയുന്നത്, ഇസ്ലാമിനെ റാഡിക്കൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. കഴിഞ്ഞ കുറെ അമേരിക്കൻ പ്രസിഡന്റുമാരെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കൊക്കെ പേരറിയുന്ന ജോ ബൈഡൻ, അതിനു മുമ്പ് വന്ന ഡൊണാൾഡ് ട്രംപ്, ബറാക് ഒബാമയുടെ 2 ടേം, ജോർജ് ബുഷ് അദ്ദേഹത്തിന്റെ 2 ടേം, അതിനു മുമ്പ് ബിൽ ക്ലിന്റന്റെ 2 ടേം, അതിനു മുമ്പ് വന്ന ജോർജ് ബുഷ് സീനിയർ, ഈ പ്രസിഡന്റുമാരിൽ ആരെയെങ്കിലും ലോകത്തെ സാധുക്കളായ ഏതെങ്കിലും ഒരു മനുഷ്യരുടെ രക്തത്തിന്റെ കറ അവരുടെ കൈകളിൽ പറ്റിയിട്ടില്ല എന്ന് ബോധ്യമുള്ള, സത്യത്തെക്കുറിച്ച് തിരിച്ചറിവുള്ള ഒരു മനുഷ്യനും പറയാൻ സാധിക്കാത്ത രീതിയിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ രക്തത്തിന്റെ കറകൾ കൈകളിൽ വെച്ചുകൊണ്ടാണ് വൈറ്റ് ഹൗസിന്റെയും പെന്റഗന്റെയും മുമ്പിൽ നിന്ന് ഡെമോക്രസിയെ കുറിച്ചും സെക്യുലറിസത്തെ കുറിച്ചും പറയുന്നതെങ്കിൽ നിങ്ങൾ ലോകത്ത് ഊതിപ്പെരിപ്പിച്ച നുണക്കഥകളുടെ അകമ്പടിയോടുകൂടി, ഭീതിയോടുകൂടി മാത്രം ലോകത്തിന് നിങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒരു മനുഷ്യനെ ഈ അറഫയുടെ ദിവസത്തിന് ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താനുണ്ട്. ലോകത്തെ ഏറ്റവും അപരിഷ്കൃതർ എന്ന് ലോക ചരിത്രം കാലഘട്ടം വിധിയെഴുതിയ ഒരു വിഭാഗം മനുഷ്യരെ തന്റെ ജീവിതം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായി മാറ്റിമറിച്ച, തന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മൗനം കൊണ്ടും ലോകത്തെ സ്വാധീനിച്ച, പറഞ്ഞത് മാത്രം ചെയ്തത് മാത്രം പറഞ്ഞ, ലക്ഷങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച ഒരു മീഡിയകളും ഒരു PR വർക്കേഴ്സും ഒരു പ്രൊപ്പഗണ്ട നടത്തിപ്പുകാരുമില്ലാതെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുടെ മനസ്സുകളെ കീഴടക്കിയ ഒരു മനുഷ്യൻ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. കൈകളിൽ ഒരു മനുഷ്യന്റെയും രക്തത്തിന്റെ കറയില്ലാതെ ജീവിതത്തിന്റെ 23 വർഷങ്ങളിലെ ഓരോ മിനിറ്റുകളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടും അതിസൂക്ഷ്മമായി രഹസ്യവും പരസ്യവും പുസ്തക രൂപങ്ങളിൽ ഹദീസ് രൂപത്തിൽ നമ്മളുടെ മുമ്പിൽ രേഖപ്പെടുത്തി വെച്ചിട്ട് ഒരു മനുഷ്യന്റെ പോലും അന്തസ്സും അഭിമാനവും സമ്പത്തും രക്തവും അതിന്റെ കറയോ അതിന്റെ പാപമോ ശരീരത്തിൽ ജീവിതത്തിൽ പെരളാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാപട്യത്തിന്റെ ലോകത്ത്, ഈ കപടതയുടെ വാചക കസറത്തുകളിലൂടെ ഡെമോക്രസിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് അമേരിക്ക നേരിട്ട് ഡെമോക്രസിയുടെ അപ്പോസ്തലര് നേരിട്ട് ഇടപെട്ട യുദ്ധങ്ങളാണ്. അതിന് പുറമെ ഇന്ന് ലോകത്ത് ഏത് ഭാഗത്ത് നടക്കുന്ന ഏത് സംഘട്ടനം, ലോകത്ത് എവിടെ നടന്നാലും മെഡിറ്ററേനിയൻ കടലിലൂടെ ആയുധങ്ങൾ നിറച്ച ഒരു കപ്പല് ആ ഭാഗത്തേക്ക് പോകും അമേരിക്കയുടെ. അവസാനം അത് കണ്ടത് ഫലസ്തീനിലും യുക്രൈനിലുമാണ്. ലോകത്ത് പല മതങ്ങളുടെ പേരിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് അക്രമങ്ങൾ നടത്തുന്ന ഏതെല്ലാം തീവ്രവാദ സംഘടനകളെ എടുത്താലും അതിൻ്റെയൊക്കെ തുടക്കത്തിൽ CIA ട്രെയിനിങ് ലഭിച്ചവരായിരിക്കും എന്നുള്ളത് നമുക്കറിയാത്ത വസ്തുതയൊന്നുമല്ല. ആര് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും അതിന്റെ ഡീറ്റെയിൽ കിട്ടും. ലോകത്ത് മുഴുവൻ മനുഷ്യരാശിയെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞവർ, കോടിക്കണക്കിന് മനുഷ്യരെ മൃഗങ്ങളുടെ വില പോലും കൽപ്പിക്കാതെ നശിപ്പിച്ചു കളഞ്ഞവർ, ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ സംഘട്ടനങ്ങൾ ഉണ്ടാക്കാമോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി
തങ്ങളുടെ ആയുധ കച്ചവടത്തിന്റെ കണ്ണുമായി അവിടേക്ക് ചെന്ന് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മനുഷ്യന്റെ രക്തം ചീന്തിക്കുന്നവർ ഇന്ന് ജനാധിപത്യത്തിന്റെ അപ്പോസ്തലന്മാരായി നിന്ന് സുന്ദരമായ വാർത്തകൾ, വർത്തമാനങ്ങൾ നമ്മളുടെ മുമ്പിൽ പറയുകയും അത് നമ്മളുടെ മുമ്പിൽ മീഡിയകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പാപത്തിന്റെ കറ പോലും ജീവിതത്തിൽ ഏൽക്കാതെ നിശബ്ദനായി ഈ ലോകത്ത് വലിയ വിപ്ലവം തീർത്ത് ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോയ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫയിലെ പ്രസംഗം മുമ്പോട്ട് ഞങ്ങൾക്ക് വെക്കാനുണ്ട്. ലോകത്ത് നടന്ന മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ആദ്യത്തതും ഏറ്റവും വലുതും എന്നെന്നും നിലനിൽക്കുന്നതുമായ പ്രഖ്യാപനം. നമ്മൾ ആലോചിക്കണം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ലോകത്ത് മുസ്ലിമീങ്ങളല്ലാതെ പലരും എഴുതിയിട്ടുണ്ട്. ലോകത്ത് ഈ അടുത്ത കാലത്ത് ഇറങ്ങി ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകം ദ 100, എ റാങ്കിങ് ഓഫ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി. ലോകത്ത് മനുഷ്യരാശിയിൽ സ്വാധീനം ചെലുത്തിയ 100 മനുഷ്യരുടെ റാങ്കുകളെ നിശ്ചയിക്കുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അതിൻ്റെ എഴുത്തുകാരൻ അമേരിക്കക്കാരനായ ജൂതനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അതിൽ ആദ്യത്തെ റാങ്ക് കൊടുത്തത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. രണ്ടാമത് ഐസക് ന്യൂട്ടൻ, പിന്നെ അതിൽ ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, നാലാമത് ബുദ്ധനുണ്ട്, കൺഫ്യൂഷ്യസ് ഉണ്ട്, അതേപോലെ സെന്റ് പൗൾ ഉണ്ട്. ലോകത്ത് മനുഷ്യരാശിയെ സ്വാധീനിച്ച ചരിത്രത്തിലെ 100 മനുഷ്യർ, അതിൽ ആദ്യമായി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അമേരിക്കക്കാരനായ ജൂതനായ അമേരിക്കയിലെ അറിയപ്പെട്ട ചരിത്ര ഗവേഷകനും ആസ്ട്രോഫിസിസ്റ്റുമായ ഒരു മനുഷ്യൻ നബിതങ്ങൾക്ക് 1-ാം റാങ്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അതിൽ തുടക്കത്തിൽ എഴുതി, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സെലക്ട് ചെയ്തത്, മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ ലിസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി മേ സർപ്രൈസ് സം റീഡേഴ്സ്. ചില ആളുകളെ അത്ഭുതപ്പെടുത്തും. ഈ പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിപ്പിച്ച നുണക്കഥകൾ വായിച്ച് മനസ്സിലാക്കി വെച്ചവരെ അത്ഭുതപ്പെടുത്തും. മേ ബി ക്വസ്റ്റ്യൻഡ് ബൈ അതേഴ്സ്. ഇന്നത്തെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത യുക്തിവാദികൾ ചിലപ്പോൾ ചോദ്യം ചോദിക്കും. പക്ഷേ ഞാൻ പറയുന്നു, ഹി വാസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി. ലോക ചരിത്രത്തിലെ ഒരേ ഒരു മനുഷ്യൻ മുഹമ്മദ് മാത്രമാണ് എൻ്റെ നോട്ടത്തിൽ, ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഇൻ ബോത്ത് ദ റിലീജിയസ്. ഒരു ജീവിതത്തിൽ ഏറ്റവും ആധികാരികമായി വിജയിച്ച് നിൽക്കുന്ന മനുഷ്യൻ എന്ന് പറയാൻ പറ്റുന്നത് മുഹമ്മദിന് മാത്രമാണ്. ഇൻ ബോത്ത് ദ റിലീജിയസ് ആൻഡ് ദ സെക്യുലർ ലെവൽ. മതപരമായിട്ടും മനുഷ്യരുടെ അവകാശങ്ങളെയും മൂല്യങ്ങളെയും സംരക്ഷിക്കുന്നതിലും തന്റെ പ്രവൃത്തി തന്നെ വാക്കാക്കി, വാക്കുകൾ മുഴുവൻ പ്രവൃത്തിയാക്കി ലോകത്ത് വിജയിച്ച് നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ 2 രൂപത്തിലും എൻ്റെ നോട്ടത്തിൽ മുഹമ്മദാണ് എന്ന് ജൂതനായ കടുത്ത വെളുത്ത വംശീയവാദിയായ അമേരിക്കക്കാരനായ ഒരു മനുഷ്യൻ എഴുതണമെങ്കിൽ, ബെർണാഡ് ഷാ അടക്കം പലരും ലോകത്ത് ഇതേ വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് അറഫയുടെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക ചരിത്രത്തിൽ മനുഷ്യരാശിയെ പിടിച്ചു കുലുക്കിയ, മനുഷ്യരുടെ മനസ്സുകളെ സ്വാധീനിച്ച ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ പറയാതെ, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാതെ നമുക്ക് അറഫയിലൂടെ കടന്നു പോകാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അറഫ എന്തിനാണ് ഒരു മൈതാനത്ത് എല്ലാവരെയും 2 വെള്ള വസ്ത്രത്തിലായി ഒരുമിച്ച് കൂടുന്നത്? അറഫ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇതുപോലെ നിൽക്കേണ്ടി വരും. നീതിയുടെ ത്രാസ്, നീതിയുടെ ത്രാസ് പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാപിക്കപ്പെടും. ലോകത്ത് നീതി നിഷേധിക്കപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യർ, നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ രാജ്യത്ത് അടക്കം സ്വാധീനവും പണവുമുള്ളവർക്ക് പോലും നീതി നിഷേധിക്കപ്പെടുന്നവർ. ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പല ഗവൺമെന്റുകളുടെ കാലത്ത് മാറി മാറി വന്ന സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരന് നീതി തേടി ആദ്യം പോകാൻ സാധിക്കുന്ന പോലീസ് സ്റ്റേഷനുകളിൽ പരാതി പറയാൻ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് പോകാൻ പോലും പേടിച്ച് ഭയത്തോടുകൂടി അനീതി അനുഭവിച്ച് നിൽക്കുന്നു എന്ന് ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെക്കുറിച്ച് പുറത്തു വന്ന അധിക കമ്മീഷൻ റിപ്പോർട്ടുകളിലും കാണാം. പോലീസ് സ്റ്റേഷനുകളിൽ പോലും കൊന്നവൻ സുഖമായി വെളിയിൽ നിൽക്കുമ്പോൾ
വാടകയ്ക്കെടുത്ത കൊലയാളി ആ കുറ്റമേറ്റ് ജയിലിലേക്ക് പോകുന്ന കാഴ്ച ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാലം. ഈ അടുത്ത് നമ്മുടെ തൊട്ടടുത്ത അടൂരിൽ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തു. IPC 154 വകുപ്പ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് 302 ആക്കി പോലീസ്. ആ സ്ത്രീ ആ ഭർത്താവിനെ കൊന്ന് തീ കത്തിച്ചു, കുഴിച്ചിട്ടു എന്ന് FIR എഴുതി കൊലക്കേസിന് കുറ്റം ചാർത്തി തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നു. അതിന്റെ വാർത്ത പത്രങ്ങളിലൊക്കെ വന്നു. നമ്മുടെ അടുത്ത പ്രദേശത്താണ്. ഈ ഫോട്ടോ കണ്ടിട്ട് കേവലം 130 കിലോമീറ്റർ അപ്പുറം തൊടുപുഴയിൽ ജീവിച്ചിരിക്കുന്ന ഭർത്താവ് തിരിച്ചു വന്ന വാർത്ത നമ്മൾ വായിച്ചു. മനുഷ്യന് നീതി കിട്ടുന്ന ഏറ്റവും അടുത്ത സ്ഥലത്ത് പോലും നീതി ലഭിക്കാത്ത കാലം, പള്ളിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു സാധുവായ മനുഷ്യനെ കഴുത്തറുത്ത് കൊന്നിട്ട് ആ കേസിലെ എല്ലാ തെളിവുകളും കിട്ടിയിട്ടും തെളിവുകളില്ലാതെ നിരുപാധികം വിട്ടയക്കുന്ന പ്രതികൾ, ആ പ്രതികൾ തന്നെ ഈ നാടിന്റെ മാനവിക സൗഹാർദ്ദം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും കമന്റുകളുമായി നമ്മളുടെ മുമ്പിലേക്ക് വരുന്നു. മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ കാതകര വെറുതെ വിടുന്നത് കണ്ട് ആ കോടതിയുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ ആ ഭാര്യയുടെ കരച്ചിൽ നമ്മൾ കേട്ടതാണ്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരവും പ്രമാദവുമായ ബിൽക്കീസ് ബാനു കേസിലെ പ്രതികൾക്കെതിരെ ഒരു FIR ഇടിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ കയറിയിറങ്ങി ആ പെണ്ണിന്റെ ചെരുപ്പ് തേഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ക്രൂരമായ പീഡന കേസിലെ പ്രതികൾക്ക് വർഷങ്ങളുടെ പരിശ്രമത്തിന് ശേഷം FIR ഇട്ട് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചതിന് ശേഷം ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ പരോളിൽ വെളിയിലായിരുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഈ നാട്ടിലെ സാധുക്കളായ മനുഷ്യർക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും? ഇന്ത്യ രാജ്യത്തെ കോടതികൾ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങൾക്ക് മാത്രം നൽകിക്കൊണ്ടിരുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ്, തൂക്കുകയറ്, കേരളത്തില് മാസത്തിൽ 4ഉം 5ഉം വെച്ച് നമ്മൾ കണ്ട് ശീലിച്ച അപൂർവതയല്ലാതായി മാറിയ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിൽ ആലപ്പുഴയിൽ ആ കേസിലെ മുഴുവൻ പ്രതികൾക്കും, നേരിട്ട് പങ്കെടുത്തവരും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും സഹായിച്ചവരുമായ സകല പ്രതികൾക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചുകൊണ്ട് നീതി കാക്കേണ്ട ജഡ്ജി ആരോടൊക്കെയോ ഉള്ള കൂറ് തെളിയിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നീതിയുടെ വെളിച്ചം അസ്തമിച്ചു പോയി എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന സമയത്ത് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്, ഈ അറഫയിൽ നിൽക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും നീതി നടപ്പാകാൻ വേണ്ടി എന്റെ മുമ്പിൽ വന്നു നിൽക്കും. അന്ന് ഞാനൊരു ത്രാസ് സ്ഥാപിക്കും. അന്ന് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ഓരോ വാക്കുകളും ഓരോ മൗനങ്ങളും അളന്നു തൂക്കും. നിങ്ങളുടെ ഓരോ പ്രവർത്തികളും നിസ്സംഗതകളും അന്ന് അളന്നു തൂക്കും. നിങ്ങളുടെ ഓരോ അജണ്ടകളും, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഓരോ അജണ്ടകളും, നിങ്ങളുടെ ഓരോ വർത്തമാനങ്ങളും, നിങ്ങളുടെ ഓരോ സെക്കൻഡുകളും അളന്ന് തൂക്കി മുറിച്ച് ഓരോ പ്രവൃത്തി ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ മാനസികാവസ്ഥയും മാനസിക സംഘർഷങ്ങളും കൃത്യമായി അളന്നു തൂക്കി നീതി നടപ്പിലാക്കുന്ന ഒരു ദിവസത്തിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ്. ഈ ലോകത്തെ നീതിയുടെ കിരണങ്ങൾ അസ്തമിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടാലും അള്ളാഹുവിന്റെ നീതി നടപ്പാകുമെന്ന പ്രതീക്ഷ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് വർഷാവർഷം അറഫയിലേക്ക് എല്ലാ നാട്ടിൽ നിന്നും പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഓർമ്മിപ്പിക്കുന്ന സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് യൗമു അറഫ എന്ന് പറയുന്നത്. അറഫ നീതിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ രക്തത്തോടും അന്തസ്സിനോടും അഭിമാനത്തിനോടും നീതി കാണിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും പെട്ടുപോകും. നിങ്ങൾ ഓരോരുത്തരും സമാധാനം പറയേണ്ടി വരും. നിങ്ങൾ ഓരോരുത്തരും നാളെ തലകുനിച്ച് നിൽക്കും എന്ന വാചകം ആദ്യത്തെ വാചകത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, എന്തിന് അള്ളാഹുവിന്റെ റസൂൽ തന്റെ ജീവിതത്തിൽ താൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനങ്ങൾ പറയുന്ന സ്ഥലത്ത് ആദ്യം ഈ വാചകം തിരഞ്ഞെടുക്കണം. ഒരു മനുഷ്യന്റെ അന്തസ്, ഒരു മനുഷ്യന്റെ രക്തം, ഒരു മനുഷ്യന്റെ സമ്പത്ത്, ഇത് മൂന്നും ആരെങ്കിലും അപഹരിച്ച ഏത് മനുഷ്യനാകട്ടെ, നമ്മളുടെ അന്തസ്സിനും മാന്യതയ്ക്കും നമ്മൾ എത്ര വില കൽപ്പിക്കുന്നു, നമ്മളുടെ സ്വകാര്യതയ്ക്ക്, നമ്മളുടെ പേഴ്സണലായ പ്രശ്നങ്ങൾക്ക്, നമ്മളുടെ സന്തോഷങ്ങൾക്ക്, പല സങ്കടങ്ങൾക്കും എത്ര സ്വകാര്യത നമ്മൾ നൽകുന്നോ ആ സ്വകാര്യത ഒരിക്കലും അന്യന്റെ വിഷമങ്ങൾക്കും അവന്റെ അന്തസ്സിനും നമ്മൾ നൽകാറില്ല. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ആരും അറിയാതെ നമ്മളുടെ മുറികളിലെ ഭിത്തികൾക്ക് പോലും കാതുണ്ടോ എന്ന് പരിശോധിച്ച് രഹസ്യമായി മാത്രം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ജീവിതത്തിന്റെ കുടുംബ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രശ്നം അന്യൻ്റെത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആഘോഷത്തോടുകൂടി കവലകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും കടകളിലും അങ്ങാടികളിലും കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് പറഞ്ഞ് ആഘോഷിച്ച് സന്തോഷിച്ച് ചിരിച്ച് മനസമാധാനം കണ്ടെത്തുന്നവരാണ് നമ്മളെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ വിഷയത്തിൽ സമാധാനം പറയേണ്ടി വരും.
നമ്മളല്ലാത്ത പാപങ്ങൾ ചെയ്തു. ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചു, മദ്യപിച്ചു, വിഭജിച്ചു. ഏതെങ്കിലും ഒരു രാത്രിയിൽ കുറ്റബോധം വന്ന മനസ്സുമായി അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റിരുന്ന് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി കരഞ്ഞാൽ തീരുന്ന കറയേയുള്ളൂ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്ക്. പക്ഷെ ഒരു മനുഷ്യന്റെ അഭിമാനമോ രക്തമോ സമ്പത്തോ അന്യായമായി നമ്മൾ അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഏത് കുറ്റബോധത്തിന്റെ മനസ്സുമായി ഏത് രാത്രിയിൽ ഏത് പുണ്യമായ ഭൂമിയിൽ പോയിരുന്ന അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈനീട്ടിയാലും പരിഹരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. നാളെയോ മറ്റന്നാളോ ഇന്നോ നാളെയോ ഒക്കെ നമ്മൾ മരിച്ചു പോകും. ഈ സമയത്ത് നിന്റെ മനസ്സിൽ നീ ഒരു മിനിറ്റ് എടുത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ എന്റെ ജീവിതത്തിലുള്ളൂ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ മറ്റു മനുഷ്യരുടെ അവകാശങ്ങളെ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മളുടെ ഓരോ വാക്കിനും നമ്മൾ മറന്നുപോയ വാക്കായിരിക്കും, നമ്മൾ മറന്നുപോയ ആംഗ്യങ്ങളായിരിക്കും, നമ്മൾ മറന്നുപോയ മൗനങ്ങളായിരിക്കും. അന്തസ് അഭിമാനം സംരക്ഷിക്കേണ്ട സ്ഥലത്ത് സത്യമറിഞ്ഞിട്ടും ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം നമ്മൾ അഭിനയിച്ച മൗനത്തെക്കുറിച്ച് പോലും അള്ളാഹുവിന്റെ മുമ്പിൽ നീതിയുടെ ത്രാസിൽ തൂക്കി അളന്ന് അതിന്റെ പ്രതിഫലവും ശിക്ഷയും നൽകുമെന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കൊല്ലാകൊല്ലം അറഫയിലേക്ക് വിളിച്ചു വരുത്തുന്നതും. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ വാചകമായി ഞാൻ എൻ്റെ മരണത്തിന് മുമ്പ് നിങ്ങളോട് പറയുന്ന പ്രധാനപ്പെട്ട സംസാരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെയും അന്തസ്സും രക്തവും സമ്പത്തും അപഹരിക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറയുന്നത്. അല്ലാഹു തആല ആ രൂപത്തിൽ നമ്മളുടെ ജീവിതം സൂക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.